കൊച്ചിയിൽ മോഡൽ ലഹരിമരുന്നുമായി പിടിയിലായ കേസിൽ അന്വേഷണം മോഡലിംഗ് കമ്പനികളിലേക്കും. പിടിയിലായ മോഡൽ അൽക്ക ബോണി മോഡലിംഗ് കമ്പനികൾക്കായി ലഹരിമരുന്ന് എത്തിച്ചിരുന്ന ഏജന്റാണ് എന്നാണ് വിവരം. ഫാഷൻ ഷോകൾക്ക് മുൻപായി മോഡലുകൾക്ക് ലഹരിമരുന്ന് നൽകിയിരുന്നതായും സൂചനയുണ്ട്. മോഡലിംഗ് കമ്പനികളുടെ മാനേജർമാരെയും പോലീസ് ചോദ്യം ചെയ്യും. നവമി ദിനേശ് ചേരുന്നു. നവമി, ഈ പിടിയിലായ മോഡൽ മാത്രമല്ല, അതിന് പിന്നിലൊരു വലിയ മാഫിയ ഉണ്ട് എന്ന് വേണമോ കരുതാൻ? അശ്വതി, അങ്ങനെയാണ് പോലീസിന്റെ ഭാഗത്തു നിന്നും വരുന്ന വിവരങ്ങൾ. മോഡലായ അൽക്ക ബോണി തന്റെ സുഹൃത്തുക്കളെ ഉപയോഗിച്ച് ഇത്തരത്തിൽ ലഹരി മരുന്നുകൾ വിറ്റിരുന്നു. ആ സുഹൃത്തുക്കളെയും ഈ ലഹരി ഇടപാടിന് വേണ്ടി ഉപയോഗിച്ചിരുന്നു. ഇതുവഴി വലിയൊരു ലാഭം അൽക്ക സ്വന്തമാക്കുകയും ചെയ്തു എന്ന് ഇപ്പോൾ ഉള്ള അന്വേഷണത്തിലും അൽക്കയുടെ മൊഴിയിൽ നിന്നും പോലീസിന് കണ്ടെത്തുകയും ചെയ്തു. മോഡലിംഗിന്റെ മറവിലായിരുന്നു ഇത്തരത്തിൽ വലിയ രീതിയിലൊരു ലഹരി ഇടപാട്, ലഹരി വിൽപ്പന അൽക്ക നടത്തിയിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ ഈ അൽക്ക മോഡലിംഗ് ചെയ്തിരുന്ന 3 സ്ഥാപനങ്ങളിലെ മാനേജർമാരോട് പോലീസ് സ്റ്റേഷനിൽ ഹാജരാകാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. പോലീസ് ഇതിനു വേണ്ടിയിട്ടുള്ള നോട്ടീസ് അയക്കുകയും ചെയ്തു. ഈ ചോദ്യം ചെയ്യലിൽ ഇവർക്കും ഇതിൽ പങ്കുണ്ടോ എന്ന് കൂടി അറിയാൻ വേണ്ടിയിട്ടാണ് ഇത്തരത്തിലൊരു ചോദ്യം ചെയ്യലിലേക്ക് പോലീസ് കടക്കുക. അതോടൊപ്പം ഇവരുടെ അൽക്ക ഉൾപ്പെടെ 5 പേരെ ആയിരുന്നു അന്ന് പോലീസ് ഈ ലഹരി കേസിൽ പിടികൂടിയത്. അതിൽ ഒരു ബോസ് എന്ന് പറയുന്ന ഒരു വ്യക്തി, അതാരാണെന്ന് പോലീസിന് ഇപ്പോഴും വ്യക്തമായിട്ടില്ല. ഈ ബോസ് ആണ് ഇവർക്ക് വേണ്ട ലഹരി പദാർത്ഥങ്ങൾ എത്തിച്ചു നൽകുന്നത്. ഇതിലൂടെ ഇയാൾ വലിയൊരു ലാഭം കൈക്കലാക്കുകയും ചെയ്തിരുന്നു എന്നും പോലീസിന് കണ്ടെത്തിയിട്ടുണ്ട്. എന്തായാലും ഈ ബോസിനെ കേന്ദ്രീകരിച്ചും അതോടൊപ്പം അൽക്കയുടെ സുഹൃത്തുക്കളെ കേന്ദ്രീകരിച്ചുമുള്ളൊരു അന്വേഷണത്തിലേക്കാണ് പോലീസ് ഇപ്പോൾ നടക്കുന്നത്. പെൺ സുഹൃത്തുക്കളടക്കം ഇതിൽ ഇടപാടുകൾ നടത്തിയിട്ടുണ്ട്. കൊച്ചിയിലെ വിവിധ ഇടങ്ങളിൽ ലഹരി എത്തിക്കുന്നതിന് വേണ്ടി ഈ സുഹൃത്തുക്കളെ അൽക്ക ഉപയോഗിച്ചിട്ടുണ്ട് എന്നും പോലീസിന് കണ്ടെത്താൻ സാധിച്ചിട്ടുണ്ട്. അശ്വതി. ശരി, നവമി ദിനേശാണ് വിവരങ്ങൾ നൽകിയത്.